അടിപൊളി രുചിയിൽ അടിപൊളി ഇറച്ചിച്ചോറ് ഉണ്ടാക്കിയാലോ. ഒരു കുക്കറിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകിയെടുത്ത ബീഫ് ഇട്ട് കൊടുക്കുക. ഈ തക്കാളി, മല്ലിച്ചപ്പ്, പുതിനയില, കറിവേപ്പില, ചതച്ചെടുത്ത ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ലെമൺ ജ്യൂസ്, ചെറുതായിട്ട് ചൂടാക്കിയെടുത്ത പൊടികൾ, മസാല, കുരുമുളകിന്റെ പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ നന്നായിട്ട് മിക്സാക്കി ഒഴിച്ച് വീണ്ടും മിക്സ് ചെയ്ത് ബീഫ് നന്നായിട്ട് വേവിച്ചെടുക്കുക. വെന്ത ബീഫ് ഇതുപോലെ കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ഗ്രേവി മാറ്റി വെക്കുക. ഇത്രയും ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ, ഗീ ഒഴിച്ച് ചൂടായി പട്ട, ഗ്രാമ്പു, ഏലക്കായ്, കുരുമുളക്, ചെറിയ കഷ്ണം ഉള്ളി കട്ട് ചെയ്തത്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ചേർത്തൊന്ന് മൂപ്പിച്ചതിന് ശേഷം മാറ്റിവെച്ച ബീഫിന്റെ ഗ്രേവി ചേർത്ത് കൊടുക്കുക. 1 കപ്പ് അരിക്ക് 2 കപ്പ് എന്ന അളവിനാണ് വെള്ളം വേണ്ടത്. എന്നിട്ട് ഗ്രേവി ഒഴിച്ചു കൊടുക്കുക. ബാക്കി വരുന്നത് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പും ലെമൺ ജ്യൂസും ചേർത്ത് വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അരിയിട്ട് കൊടുത്ത് വെള്ളം വറ്റി കഴിയുമ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് ചെറിയ തീയിൽ അടച്ചു വെച്ചിട്ട് ചോറ് റെഡിയാക്കി എടുക്കുക. ഒരു വെച്ച ബീഫ് നല്ലതുപോലെ വരട്ടിയെടുത്തതിന് ശേഷം ഈ ചോറിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇലയിട്ട് ചെറിയ തീയിൽ 10 മിനിറ്റ് അടച്ചു വെക്കുക. ചൂടോടെ തന്നെ സെർവ് ചെയ്ത് കഴിക്കുക.